Welcome to MrUnbox and Travel. This is Samsung Galaxy S22 Plus. This smartphone is the first impression video. We will see this video. The video is a video Samsung Galaxy S22 Ultra first impression video. That's Samsung Galaxy S22 Ultra camera reviews. We will see this video. If you have link in the description. Here is icon. Videos anyway, this tips, news, reviews, first impression video, unboxing videos ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കാണാവുന്നതാണ്. ചാനൽ ഇതുപോലെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ Samsung Galaxy S22 Plus ന്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിലേക്ക് കടക്കാം. S22 Plus in the design flat display 6.6 inch dynamic MOLED punch hole display corning gorilla glass Victus Plus protection display paraga side corning gorilla glass Victus Plus protection glass material matte finish glass material and camera module S21 Plus similar design S21 Plus our body or chairnetilla module separate module frame in the armor aluminum body frame in the 7.6 mm body thickness 195 gram body weight in the right side power button volume up and down external mic left side completely blank SIM tray external mic type C charging port speaker and SIM tray dual nano 5G SIM card use memory card option S22 Plus available. Here are 4 colors in the market S22 Plus available. Phantom White, Phantom Black, Pink Gold, Green. Display side 6.6 inch dynamic AMOLED display 120 Hz refresh rate 48 120 Hz adaptive refresh rate Full HD Plus resolution 393 pixel per inch density corning gorilla glass Victus Plus protection display HDR10 Plus support vision booster technology 1750 nits maximum brightness level bright condition display smooth read overall display this AMOLED display is flat display. Visuals are sharp and detailed and colorful. Overall display quality wise display Samsung Galaxy S22 Plus processor side S22 Ultra same processor S22 Plus processor variant available Exynos 2200 Snapdragon 8 Gen first. This is Snapdragon 8 Gen first GCC clock speed is octa-core 3 GHz Exynos 2200 clock speed is octa-core 2.8 GHz 5G chipset ലോകത്തിലെ ആദ്യത്തെ 4 nanometer technology use ചെയ്തുകൊണ്ടുള്ള chipset ആണ് ഈ S22 സീരീസിൽ ഉൾപ്പെടുന്നത്. എനിവേ ഈ ഒരു Snapdragon വേരിയന്റ് ഇത്രയും ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം യാതൊരു തരത്തിലുള്ള ലാഗ് അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് ഈ ഒരു S22 പ്ലസിൽ ഫീൽ ചെയ്തിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു S22 പ്ലസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി GPUയുടെ കാര്യം നോക്കുകയാണെങ്കിൽ Exynos 730 ആണ് ഈ ഒരു Snapdragon വേരിയന്റ് ഉൾപ്പെടുത്തിയെങ്കിൽ Exynosൽ വരുന്നത് Eclipse 920 എന്ന് പറയുന്ന GPU ആണ്. അപ്പോൾ GPUയുടെ സൈഡും ഇതേപോലെ തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു ഗ്രാഫിക് പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു S22 പ്ലസിന്റെ ഒരു ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ GPUs തന്നെയാണ് ഈ ഒരു S22 പ്ലസിൽ നമുക്ക് കാണാൻ സാധിക്കുക. IP68 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് ഈ S22 പ്ലസ് എന്ന് പറയുന്നത്. അതുകൂടാതെ രണ്ട് മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 128 ഉം 8GB റാമിൽ 256GB മെമ്മറി വേരിയന്റും UFS 3.1 ആണ് മെമ്മറി ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് RAM Plus എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റേണൽ മെമ്മറിയിൽ നിന്നും up to 8GB വരെ നമുക്ക് ഇതിൽ വെർച്വൽ റാം ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഫിസിക്കലി 8GB റാമും വെർച്വലി 8GB റാം നമുക്ക് വേണമെങ്കിൽ ഇതൊരു 16GB റാം ഉള്ള ഫോൺ എന്ന് പറയാമെങ്കിലും
ഒരിക്കലും ഈ ഒരു വെർച്വൽ റാം ഫിസിക്കൽ റാമിൻ്റെ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കില്ല എന്നത് പരമമായ സത്യമാണ്. നമുക്ക് വേണമെങ്കിൽ ചെറിയ അഡീഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസിന് ഒരു കുറച്ചും കൂടി ഇമ്പ്രൂവ് നൽകാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വെർച്വൽ റാമിൻ്റെ സഹായം നമുക്ക് ലഭിക്കുക എന്നത്. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്താൽ ഡ്യുവൽ 5G ബാൻഡാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 2 നാനോ 5G സിം കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് അഡീഷണൽ ചില രാജ്യങ്ങളിൽ നമുക്ക് ഇ സിം കൂടി യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ GCCയിൽ വരുന്നത് 2 നാനോ സിം കാർഡ് പ്ലസ് ഇ സിമ്മോട് കൂടിയിട്ടുള്ള വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് ഒരേ സമയത്ത് 2 നെറ്റ്വർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ 2 ഫിസിക്കൽ നാനോ സിം കാർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ നാനോ സിം കാർഡ് ഒരു ഇ സിം എന്നുള്ള രീതിയിലാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. വൈഫൈയുടെ 6E ആണ് വരുന്നത്, അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വരുന്നത്. NFC കൂടി ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്താൽ ആൻഡ്രോയിഡ് 12 ഈ S22 Plus പ്രവർത്തിക്കുന്നത്. 1 year വേർഷൻ വരുന്നത് 4.1 ആണ്. സോഫ്റ്റ്വെയറിൻ്റെ സൈഡിലും ഒരു പ്രത്യേകത ഉണ്ട്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് S22 സീരീസിൽ കമ്പനി പറയുന്നത്. അതായത് ആൻഡ്രോയിഡ് 16 വരെ നമുക്കിതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ 4 വർഷം വരെ നമുക്ക് മികച്ച രീതിയിലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു S22 സീരീസിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാറ്ററിയുടെ കാര്യം എടുത്താൽ 4500 mAh ബാറ്ററിയാണ് S22 Plusൽ വരുന്നത്. ബോക്സിനൊപ്പം നമുക്ക് ചാർജിങ് അഡാപ്റ്റർ ലഭ്യമല്ല. 45 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 15 വാട്ടാണ് ഇതിൻ്റെ വയർലെസ് ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സിസ്റ്റം കൂടി ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ഈ ഒരു ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ കുറച്ച് ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെ എനിക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു ഹെവി യൂസ് ചെയ്താൽ പോലും ഏകദേശം ഒരു ദിവസം നമുക്കിതിൽ ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. നോർമൽ യൂസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 1.5 ദിവസത്തോളം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് S22 Plusൽ വരുന്നത്. ഒന്ന് ഇവിടെ ആയിട്ടാണ് സ്പീക്കേഴ്സ് വരുന്നത്. എനിവേ നമുക്ക് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പീക്കർ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ S22 Ultraയെക്കുറിച്ച് പറഞ്ഞ അതേ ഒരു ഒപ്പീനിയൻ തന്നെയാണ് എനിക്കിതിലുള്ളതും. വളരെ ക്രിസ്പി ആയിട്ട് ലൗഡി ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് നമുക്ക് ഈ S22 Plusൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അൾട്രാസോണിക് ആണ് സെൻസർ വരുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്ന നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്കിതിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇനി നമ്മൾ ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിൽ ഫേസ് ലോക്ക് വർക്ക് ചെയ്യുന്നതും കാണാൻ സാധിക്കും. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ Exynos 730 GPU Snapdragon 8 Gen 1 പ്രൊസസർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു S22 Plusൽ ഫീൽ ചെയ്യുന്നത്. മികച്ച ഗ്രാഫിക് ക്വാളിറ്റി, മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി, മികച്ച സ്റ്റീരിയോ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് S22 Plusൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ലാഗിങ് ഇഷ്യൂ, ഫ്രെയിം റേറ്റ് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 45 മിനിറ്റ്സിന് മുകളിൽ ഞാൻ ഗെയിം കളിച്ചപ്പോൾ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ നമ്മൾ ഈ ഒരു S22 Plusൽ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ഏറ്റവും മികച്ച രീതിയിൽ ഗെയിമിംഗ് പെർഫോമൻസ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് S22 Plus എന്ന കാര്യത്തിൽ സംശയമില്ല. S22 Plusൽ 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസും 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസും 10 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം ലെൻസ് ആണ് വരുന്നത്. ഇതിൽ മെയിൻ ലെൻസിലും ടെലിഫോട്ടോ ലെൻസിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് മുമ്പ് ഈ ഒരു 3 ലെൻസിലും നമുക്ക് മിക്ക സെനേരിയോസിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഈ ഒരു 3 ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്കിതിൽ ഔട്ട്പുട്ടായിട്ട് നൽകുന്നത്. വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയെ നോക്കുകയാണെങ്കിൽ ഒരു അപ് ടു 10x വരെ നമുക്ക് അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ് ടു 30x ആണ് ഇതിൻ്റെ മാക്സിമം സൂമിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ 30xൽ എടുക്കുന്ന ഫോട്ടോസൊന്നും അത്ര ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം എന്നല്ല നമുക്ക് തരുന്നത്. ഇനിമേ ഡേ ലൈറ്റിൽ എടുത്തിരിക്കുന്ന മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്നു, മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ ഒക്കെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 50 മെഗാപിക്സൽ എടുത്തിരിക്കുന്ന ഫോട്ടോയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ആ ഒരു 50 മെഗാപിക്സലിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്ക് 50 മെഗാപിക്സലിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിവേ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട 2 കാര്യം എന്ന് പറയുന്നത് ഒന്ന് HDR ഫോട്ടോസാണ്. സൂപ്പർ HDR ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ നല്ല രീതിയിലുള്ള HDR ഫോട്ടോസ് നമുക്ക് റിയർ ക്യാമറ വഴി നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് മോഡാണ്. നമ്മുടെ ആ ഒരു സബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള സെപ്പറേഷന്
വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു DSLR എഫക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മിക്ക ഫോട്ടോസ് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇനി മാക്രോ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓക്കെ എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആണ് എനിക്ക് മാക്രോ സൈഡിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ വളരെ ഗംഭീരമായിട്ടുള്ള ഫോട്ടോ ആണ് മിക്ക സെനേരിയോസിലും നമുക്ക് ലഭിക്കുന്നത്. ഇനി നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്താൽ നൈറ്റോഗ്രാഫി എന്നാണ് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് തന്നെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെ നമുക്ക് നൈറ്റിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. മറിച്ച് കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കൊരു ഓക്കെ എന്നുള്ള രീതിയിലുള്ളൊരു നൈറ്റ് പെർഫോമൻസ് ആണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. Galaxy S22 പ്ലസിൽ എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 8K 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം രാവിലെ 9 മണിക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആ ഒരു കാര്യം ഒന്ന് കമൻറ്റിലൊന്ന് പറയുക. സെൽഫി ക്യാമറ വരുന്നത് 10 മെഗാ പിക്സലിൽ f2.2 അപ്പാച്ചറോട് കൂടിയുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് S22 പ്ലസിൽ വരുന്നത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് മിക്ക സെനേറിയോസിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട രണ്ട് കാര്യമെന്ന് പറയുന്നത് ഒന്ന് HDR പെർഫോമൻസ് ആണ്. ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ ഫോട്ടോസ് എടുത്താൽ നമ്മുടെ ഫേസും ആ ഒരു സ്കൈയും വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോയെക്കുറിച്ചാണ്. നമ്മുടെ ആ ഒരു സബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തമ്മിലുള്ള ആ ഒരു ഡിഫറൻറ്റ് അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോ ഔട്ട്പുട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു DSLR എഫക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താനും പറ്റും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്ക് ഈ ഒരു HDR പെർഫോമൻസിലും അതുപോലെ തന്നെ ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓവറോൾ സെൽഫി ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡെയിലിയിൽ എടുത്തിരിക്കുന്ന നോർമൽ ഫോട്ടോസ് ആണെങ്കിലും വളരെ ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 10 മെഗാ പിക്സൽ ആണെങ്കിലും നമുക്ക് അതിലും ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് മിക്ക സെനേരിയോയിലും ഫീൽ ചെയ്യുന്നത്. ഈവൻ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും നമുക്ക് അത്യാവശ്യം ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ആ ഒരു സിറ്റുവേഷനിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് ആയിട്ട് തന്നെയാണ് ലഭിക്കുന്നത്. എനിവേ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ അത് റിയർ ക്യാമറ ആയാലും സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താലും വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നൽകുന്ന സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു S22 പ്ലസിനെ കാണാവുന്നതാണ്. Galaxy S22 പ്ലസിൻ്റെ സെൽഫി വീഡിയോ ആണിത്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും. എനിക്കിതിൽ 1-2 കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ഒരു HDR പെർഫോമൻസ് ആണ്. നമ്മൾ മോർണിംഗിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസ് നമുക്കിതിൽ കാണാം. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു S22 പ്ലസിൻ്റെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ ക്വാളിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമന്റിൽ പറയുക. S22 പ്ലസിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB പ്ലസ് 128-ന് 3849 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 77,000 രൂപയും 8GB പ്ലസ് 256GB മെമ്മറി വേരിയന്റിന് വരുന്നത് 4049 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 81,000 രൂപയാണ് ഇതിന് പ്രൈസ് ഇവിടെ വരുന്നത്. ഓവറോൾ ഈ ഒരു S22 പ്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ ഒതുങ്ങുന്ന ഫോൺ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു S22 പ്ലസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം S22 അൾട്രയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രോസസ്സറും GPUം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു S22 പ്ലസിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ ബ്രൈറ്റ്നസ് ലെവലോട് കൂടിയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ പവർഫുൾ ആണ്. ക്യാമറ പെർഫോമൻസും വളരെ പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഓവറോൾ എക്സ്പീരിയൻസ്, ബാറ്ററി പെർഫോമൻസ് എല്ലാത്തിലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു S22 പ്ലസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബജറ്റ് ഞാൻ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S22 പ്ലസ്. ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി S22 പ്ലസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം ആ ഒരു കാര്യം ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.